ഭർത്താവിനെ വിട്ടോ ഔട്ടാക്കിയോ എന്ന് പറഞ്ഞിട്ട് എല്ലാ സുഖലോലുപതിയിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ വിഷമങ്ങളോ ഒന്നും എന്തിന് അങ്ങനെ നിങ്ങളുടെ ഇസ്ലാമിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഒരാൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ? കാരണം ഇവർക്ക് ദാരിദ്ര്യം കാണാനും വിഷമം കേൾക്കാനാണ് ഇഷ്ടം. ആ സമയത്ത് സഹതാപം ഇങ്ങനെ കോട്ടി അങ്ങോട്ട് ഇടും. അയ്യോ ഇവരെങ്ങനെയെങ്കിലും നന്നായി കണ്ടാൽ മതി അങ്ങനെയാണ്. പക്ഷെ നന്നായി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വേറൊരാൾക്കാരായിരിക്കും. നമ്മൾ അധ്വാനിച്ചതാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മരിച്ചു പോകുമ്പോൾ ഈ സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലല്ലോ. ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറൂലേ ആൾക്കാർ. 2 ടീം ഉണ്ടായിരുന്നു, ഒരു ടീമല്ല. അവരെ കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ നഖം ഒരിക്കലും ആരെയും വന്ന് മാന്താനോ ചൊറിയാനോ കുത്താനോ ഒന്നിനും നിൽക്കുന്നില്ല. ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അസ്സലാമു അലൈക്കും പറയും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറേ ദിവസമായില്ലേ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് കുറേ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്ന പോലെ കുറച്ച് കമൻസ് ഒക്കെ പിക്ക് ചെയ്തിട്ട്. എന്താണ് തല ചെയ്തിട്ട് വരാന്നുകൊണ്ട് പോയിട്ടുണ്ട്. ഇച്ചു ബേബിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിക്ക് ചെയ്തിട്ട് ഏതായാലും നിങ്ങളായിട്ട് ചെറിയൊരു ഇൻട്രാക്ഷൻ പോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നത് ഞാൻ പഠനം നിർത്തിയോ, പഠനം ഇപ്പോൾ LLBക്ക് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പഠനം നിർത്താനുള്ള കാരണം എന്താണ്, ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചൈനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്കാണോ പോയത്, എങ്ങനെയാണ് അങ്ങനെ ഒരു ട്രിപ്പിനുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടായത്, എന്തിനാണ് പോയത്, എന്തിനു വേണ്ടിയിട്ടാണ് പോയത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ക്യാഷ് വന്നപ്പോൾ പടച്ചോനെ മറന്നോ, ഭർത്താവിനെ വിട്ടോ, ഇപ്പോൾ ഭർത്താവ് വേണ്ടേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരാന്നുള്ളത് എൻ്റെയും കൂടെ ആവശ്യമാണ്. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ കമൻസ് കാണുന്ന സമയത്ത് ചില ഡൗട്ട് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരും, നമ്മൾ സ്നേഹിക്കുന്നവർക്കും കൂടെ വരും. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് പഠനം നിർത്തിയോ, LLBക്ക് പോകുന്നത് നിർത്തിയോ. ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്ന വീഡിയോ കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. സാധാരണ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് യൂണിഫോമിലുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് അവർക്ക് ഇഷ്ടമുള്ള പോലെ വായി തോന്നിയതുപോലെ ചീത്തയും പറയാറുണ്ട്. ഇപ്പം അങ്ങനെ പറയാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്താണ് പഠനം നിർത്തിയോ എന്നുള്ള പോലെ ചോദിച്ചത്. നെഗറ്റീവായിട്ട് ചോദിച്ചതല്ല, പോസിറ്റീവായിട്ട് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ വെക്കേഷനാണ്, സ്കൂളിൽ കുട്ടികൾക്കൊക്കെ 2 മാസം പൂട്ടിയിട്ടില്ലേ, അതേപോലെ 2 മാസത്തെ വെക്കേഷനാണ് ഇപ്പോൾ ഉള്ളത്. 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സെമ്മ് കഴിഞ്ഞു, ഒരു സെമ്മിൻ്റെ ഇൻറ്റേർണൽ എക്സാമോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഈ വരുന്ന ജൂണിലായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ സത്യം പറയാലോ, പഠനം നിർത്തിയതിൻ്റെ തുല്യം തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു, എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. നമുക്കിപ്പോൾ 1-2 മക്കളെ വെച്ചിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരിന് ഒരുപാട് സ്ട്രെസ്ഡ് ആണ് എന്നുള്ളത്. സെയിം അതിൻ്റെ ഒരു 100 ഇരട്ടിക്ക് സ്ട്രെസ്സും മാനസികമായിട്ടും അല്ലാത്തൊരു സ്റ്റേജിലാണ് ഞാനുള്ളത്. ഇപ്പോൾ ഈ ഒരു 2 മാസം എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം വീട്ടിലുള്ള ആ ഒരു ടൈം ഒക്കെ അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു കാര്യം, ലീവ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ലീവല്ല, ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഒരു 4 ഭാഗത്തേക്ക് നമുക്ക് ഇൻറ്റേൺഷിപ്പിന് പോകണം. ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ എറണാകുളം ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ പാലക്കാടുള്ള എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് അവരിവിടെ സിവിൽ സ്റ്റേഷൻ MICTയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല ഗൈസ്. ഫസ്റ്റ് ഡേ പോയി അവിടെ ഇരുന്നു, അവരുടെ ഇതിലൊക്കെ ഇരുന്ന് കുറച്ച് കേസ് ഫയൽസ് കാര്യങ്ങളൊക്കെ തന്നു. അതിനെക്കുറിച്ചിട്ട് പഠിക്കാനും അതിനെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ റെക്കോർഡിൽ എഴുതണം. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. എൻ്റെ ഈ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ, അതായത് ഈ തിരക്ക് എന്ന് പറയുമ്പോൾ എന്തപ്പം ചിലർ ചോദിക്കാറുണ്ട് എന്തോ ഒരു സംഭവമാണെന്ന് അവളുടെ വിചാരം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ ശരിക്കും വലിയൊരു സംഭവമായിരുന്നു എന്നുള്ളത്. ഇപ്പം എന്നെക്കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല ചെയ്യാൻ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തിരുന്നു എന്ന് തോന്നുമ്പോൾ ശരിക്കും ഞാൻ വലിയൊരു സംഭവമായിരുന്നു ഗൈസ്. പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. ഇപ്പം എന്നെക്കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല. ലൈഫ് തന്നെ മടുത്തു. എന്തിനാ അപ്പം
എൻ്റെ സ്വന്തം സന്തോഷങ്ങളല്ലാതെ കുറേ എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പ്രോസസ്സ് ചെയ്യുന്നവർക്ക് തോന്നുന്ന മൂഡ് സ്വിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നെയും ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ തോന്നും ഞാൻ ചില സമയങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നില്ലേ, വൈ നോട്ട്, എനിക്കിപ്പോൾ കഴിയുന്നില്ല എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നും. കുറേ വെറുതെ ഇരുന്നിങ്ങനെ കരയും, സങ്കടപ്പെടും, മൂഡ് ഓഫ് ആയിട്ടിരിക്കും, ചുറ്റിലും നടക്കുന്ന ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോവും. പക്ഷേ ഞാൻ നേടിയെടുത്ത ലൈഫ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കിട്ടിയൊരു സംഭവമല്ല. ഒരുപാട് കാത്തിരുന്ന് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കിട്ടിയ ഒരു ലൈഫാണ്. ഇത് പറയുമ്പോൾ ചിലർക്ക് തോന്നും ദാരിദ്ര്യം പറയുന്നതാണ്. ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ദാരിദ്ര്യം പറഞ്ഞ് വീഡിയോ ചെയ്തു, ഇപ്പോൾ കാശൊക്കെ ആയപ്പോൾ അവൾ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്ക് സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കണമെന്നോ, അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള പോലെയുള്ള ഏതെങ്കിലും വീഡിയോ സിലു ടോക്സ് ഇന്നേ വരെ ഈ ചാനലിൽ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയെന്നറിയോ? എൻ്റെ പ്രയാസങ്ങളെ ഞാൻ അതിജീവിച്ച് വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ ആ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്? ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ ലൈഫ് നമ്മുടെ ഇൻസ്പിറേഷനായിട്ട് ഒരു വഴിത്തിരിവായി എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 2 മക്കളായതിനു ശേഷം പഠിച്ചു, അതിന് ശേഷം എനിക്ക് ജോലി കിട്ടി, ഞാനിപ്പോൾ PSC എഴുതി, ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, ഞാൻ ശമ്പളം വാങ്ങുന്നു, ഞാൻ എൻ്റെ മക്കൾക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം ചെയ്തു കൊടുക്കണു എന്നൊക്കെ ഒരുപാട് സ്ത്രീകൾ വന്ന് എൻ്റെ പേഴ്സണലി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ സപ്പോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനിപ്പോൾ പറയുകയാണ്, എൻ്റെ എല്ലാ സുഖലോലുപതിയിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ വിഷമങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജിൽ നിന്നുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ 1000 പേരുണ്ടായിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും നേടി എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന എത്ര പേർക്ക് അതൊരു ഇൻസ്പിറേഷനാവും? എല്ലാവരുടെ ജീവിതത്തിലും, മനുഷ്യനായി ജനിച്ച ഓരോ ആൾക്കാരുടെ ജീവിതത്തിലും പ്രയാസങ്ങളില്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും ഉണ്ടാവും പ്രയാസങ്ങൾ. അപ്പോൾ ആ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാം എന്നുള്ളതാണ് ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്റ്റേജിലാണ് നാച്ചുറലി എനിക്കുണ്ടായിരുന്ന കുറേ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്ന മാതിരിയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എന്തൊരു കാര്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. മുൻകൂട്ടി ഞാനൊരു കാര്യം പറയില്ല. അതെനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുടങ്ങും. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞാൻ മുൻകൂട്ടി ഒന്നും പറയാതെ എൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ എല്ലാം ഫൈനലായി അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിൽ സർപ്രൈസ് ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ദാരിദ്ര്യം പറഞ്ഞു വീഡിയോ ചെയ്തു എന്നോ അല്ലെങ്കിൽ പൈസ വന്നതിന് ശേഷം അങ്ങനെ ആയി എന്നുള്ള ഇതിനൊരു സ്ഥാനമേ ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ, അല്ലേ? നമ്മളൊരു ഇൻസ്പിറേഷനായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ എന്ത് നേടിയെന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രചോദനമാവുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഒരു ജീവിത കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന ഒരാളൊന്നും അല്ലല്ലോ ഈ ഭൂമിയിൽ. എത്രയോ പേര് അവരുടെ ലൈഫ് സ്റ്റോറീസ് പറയുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ താണ്ടിയിട്ട് തന്നെയല്ലേ വരുന്നത്. ഞാൻ മാത്രം പറയുമ്പോൾ കുറ്റവും കുറവുകൾ പറയണമെന്നുള്ള ഒരു ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രത്തോളം സ്ട്രഗിളും പ്രയാസങ്ങളും അനുഭവിക്കണമെന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. പിന്നെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ചിരിച്ച് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നേടണം അല്ലെങ്കിൽ സ്നേഹം നേടണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി സത്യം പറഞ്ഞാൽ എനിക്കില്ല കേട്ടോ. ഉള്ളത് എന്താണോ, സ്നേഹമാണെങ്കിൽ പരിപൂർണമായിട്ടും സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യമാണെങ്കിൽ ദേഷ്യം കാണിക്കുക, ഇത് തന്നെയാണ് എനിക്കറിയുള്ളൂ. അല്ലെങ്കിൽ സൈലൻ്റായി ഇരിക്കുക എന്നുള്ളത്. അപ്പം ഈ പഠനത്തിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ എനിക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമാണ്. ഞാൻ പക്ഷേ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടില്ല, ഒരേ ഒരു ദിവസം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഇനി വക്കീലിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഡോറടക്കി സത്തേ, ഡോറടക്കി. ഹേസു
എന്താണ് അവിടെ. അപ്പം അങ്ങനെ ഇന്റേൺഷിപ്പിലൊന്നും പോവാതെ ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് എനിക്ക് എൻ്റെ മുന്നിലാകെ ഈ ഒരു 2 മാസം മാത്രമേ ഉള്ളൂ. ഈ 2 മാസത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ എൻ്റെ ബിസിനസ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ചാരിറ്റി വർക്കിൻ്റെ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ ഞാനിപ്പോൾ മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഒക്കെ പോയിട്ടോ അവിടെ പോയിരുന്നോ. ഇപ്പോൾ നമ്മൾ ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരു 3 വീടുകൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പാലക്കാട്, ഒന്ന് മലപ്പുറം, ഒന്ന് ഇവിടെ പാലക്കാട് മുണ്ടൂർ. അപ്പോൾ അതിൽ മലപ്പുറത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ 3ാമതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൽഹംദുലില്ലാ ഫസ്റ്റ് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ഹെൽപ്പോടുകൂടെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ 1 മാസത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ വാങ്ങിച്ചു കൊടുത്ത അവരുടെ ഫാമിലിയിൽ നിന്നും തന്നെ ഒരാൾ എന്നെ വിളിച്ച് ഭയങ്കര മോശമായിട്ടുള്ള സംസാരം. കാരണം അവർക്ക് വേറൊരു പുതിയ വീട് കിട്ടുന്ന ഒരു അവസരം അവിടെ ഒരു നഷ്ടപ്പെടുത്തൽ വന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പുറത്ത് പറയാതെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച് അതിൻ്റെ അവസാനമാണ് അവർക്ക് അങ്ങനെ ഒരു വീട് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു, അത് സിമ്പിളായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷെ അതിൻ്റെ ഒക്കെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ചിലപ്പോൾ പഠിച്ചോണ്ടിന്ന് കൂലി കിട്ടൂല, നീ അങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്നറിയോ, ഒരു കുടുംബത്തിന് മനസ്സമാധാനത്തോടുകൂടെ സന്തോഷിക്കാനുള്ള ചിരിക്കാനുള്ള ഒരു അവസരം, അതിന് ഞാൻ ചെറുതായിട്ടെങ്കിലും നിമിത്തമായി എന്ന് പറയുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അതിനിപ്പോൾ എന്ത് കൂലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ലഹരിയാണ്. അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് വന്നിട്ട് മുണ്ടൂരിലുള്ള വയസ്സായ ആച്ചിയമ്മയ്ക്കും അവരുടെ ബ്രദറിനും വേണ്ടിയിട്ടുള്ള ആ ഒരു വീട് ശരിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പാലക്കാടുള്ള വീടിൻ്റെ കാര്യം, അത് ഷെഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ എത്ര തന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി പടഞ്ഞിതാക്കിയാലും മുടക്കാനും അല്ലെങ്കിൽ തടസ്സമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അവിടെ ആ സ്ഥലം അളന്ന് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുമ്പോൾ ഈ ഒരു 2 മാസം എന്നുള്ളത് ഇതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പഠനത്തിൽ എനിക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാമാണ്, പഠിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ മാനസിക പ്രഷറിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്നെ ഒരുപാട് പേര് വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അവരോട് സംസാരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് കാര്യങ്ങളെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഞാൻ എവിടെയും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുമില്ല, ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം എനിക്ക് നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഒരു പെണ്ണെന്നെയാണ് ഞാനും. പക്ഷെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അതൊരു ചിലപ്പോൾ ഒരു ഫാമിലി ലൈഫ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ പുറത്ത് കൊടുക്കാതിരിക്കുന്നത്. പിന്നെ ഈ ദാരിദ്ര്യം പറഞ്ഞ വീഡിയോ ചെയ്യുന്നു എന്ന് കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരാണ് പറയുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, സിലുവിനെ നിങ്ങൾ യൂട്യൂബിൽ എപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങി എന്നുള്ളത് അറിയില്ല. അന്ന് തൊട്ട് ഇന്ന് വരെയും സിലുവിന് ഈ വീട് തന്നെയാണ്. ഏതെങ്കിലും ഒരു വേറെ ഇതിൽ വന്ന് കഷ്ടം പറഞ്ഞ് പിന്നെ അതിനുശേഷം ഈ വീടുണ്ടാക്കി അങ്ങനെ ഒന്നല്ല. ഈ വീട് തന്നെയാണ്, ഈ കാർ തന്നെയാണ്. അത്യാവശ്യം നല്ല എനിക്കുള്ള ആ സമയത്തുള്ള ഏറ്റവും വലിയ ചീത്തപ്പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ കാണുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കും. അതായത് ആ സമയത്തും നമ്മൾ കണ്ടന്റ് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല വാല്യൂ, ഒരാൾക്ക് കാണുന്ന ആൾക്ക് വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള കണ്ടന്റ് ആക്കി തന്നെ, വെറുതെ എന്തെങ്കിലും ഒരു പേരിന് വേണ്ടിയിട്ട് ഇടലില്ല. പൈസ മുടക്കി തന്നെയാണ് സിലു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് ദാരിദ്ര്യം പറഞ്ഞ വീഡിയോ ചെയ്ത് ഇപ്പം എന്തോ വലിയൊരു സംഭവമായി എന്നുള്ളത് പറയരുത്. അത് ഒരു ആത്മാഭിമാനമുള്ള ആൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ ഉപ്പ വളർത്തിയിട്ടുള്ളത് നല്ലോണം ആത്മാഭിമാനത്തോടു കൂടിയാണ്. അതിനെ ക്ഷതമേൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും വന്നാൽ ഞാൻ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു പോകും. പിന്നെ അടുത്തത് ചൈനയ്ക്ക് പോയ കാര്യം നമുക്ക് പറയാം. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നാണ്. ഇപ്പോൾ നഖം വളർത്താനും തുടങ്ങിയോ എന്ന് അറിയട്ടെ. അതായത് പൈസയൊക്കെ വന്ന് വലിയ എന്തോ സംഭവം. അപ്പോൾ ഞാൻ നഖം വളർത്തി എന്നുള്ളത് സത്യം പറയാലോ, എൻ്റെ 7 കൊല്ലം മുമ്പത്തെ വീടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിലും എനിക്ക് ലൈറ്റായിട്ട് നഖം ഉണ്ടാവും. ചിലതിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാവും, ചിലതിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാവില്ല. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റൈലായിട്ടും ഭംഗിയായിട്ടും ഇതായിട്ട് തോന്നുന്ന സമയത്ത് ചിലർക്ക് ഓവള് ഭയങ്കര പരിഷ്കാരി അങ്ങനെ എങ്ങനെ തോന്നുന്നു. ഇതിൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരുടെയും നഖത്തിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല. എൻ്റെ സ്കിന്നും എൻ്റെ നഖവും തമ്മിൽ
സാധാരണ ആൾക്കാർ നഖം കയറ്റി വെട്ടുന്നുണ്ടാവില്ല. എനിക്കൊരിക്കലും കയറ്റി വെട്ടാനായിട്ട് പറ്റൂല. കാരണം സ്കിന്ന് കുറച്ച് കയറിയിട്ടാണ് ഈ നഖവുമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ബ്ലീഡിങ് ആവും, എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഞാൻ നഖം അങ്ങനെ വെട്ടാറില്ല. അതാണ് വാസ്തവം. പിന്നെ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ളത്. നഖം വെട്ടൽ സുന്നത്താണ്, പക്ഷെ നഖം വളർത്തിയാൽ ഹറാമാണെന്ന് ആരോടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ചിലർ ഇങ്ങനെയൊക്കെ രീതിയിൽ അവരുടേതായിട്ടുള്ള പുതിയ ഹറാമുകൾ കണ്ടെത്തുക. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിൽ വരെ കൈകടത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്താ പറയുക, എൻ്റെ നഖം ഒരിക്കലും ആരും വന്ന് മാന്താനോ ചൊറിയാനോ കുത്താനോ ഒന്നിനും നിൽക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അത് വെച്ചിട്ട് എന്നെ അളക്കുന്നത് അല്ലെങ്കിൽ എന്നെ അത്രയും മോശമായിട്ട് പറയണത് എന്നുള്ളത് എനിക്കറിയില്ല. ചൈനയിലേക്ക് ബിസിനസ്സിന് എന്തിനാണ് പോയത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചൈനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്നെടുത്തൊരു തീരുമാനമോ ഒന്നുമല്ല. ഇതുവരെയും നമ്മുടെ ചാനൽ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ ഒരു 4 കൊല്ലമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു ആളാണ്. എനിക്ക് ഈ പാത്രങ്ങൾ, ഫർണിച്ചർ പോലെയുള്ള സംഭവങ്ങൾ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്കുണ്ട്. സിലു ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ചാനൽ തന്നെ അതിലുണ്ട്. അതിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡും ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ആ ബിസിനസ് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകായിരുന്നു. നല്ല ക്വാളിറ്റി ഐറ്റംസ് നല്ല വില കുറവിൽ കൊടുക്കുന്ന ഒരു ഇതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ നിർത്തിവെച്ചതാണ് ആ ഒരു സംഭവം. ഓൾറെഡി നമ്മൾ റൺ ചെയ്ത് കൊണ്ടുപോയ ഒരു ബിസിനസ്. അപ്പോൾ എനിക്ക് അപ്പോഴേ എൻ്റെ ഉപ്പ എൻ്റെ അത്ത ആയുസോടെ ഉള്ള ആ ഒരു സമയത്ത് ആളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആ ഒരു ബിസിനസ് നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ നിർത്തിവെച്ചത് എൻ്റെ ഓൺ ബ്രാൻഡിൽ എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം അതും പബ്ലിക്കായിട്ട് ഇങ്ങനെ വീഡിയോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സിലോട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മൾ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരെ ഒന്നും എനിക്ക് വിശ്വാസമല്ല. എനിക്ക് പേടിയാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി കുടുങ്ങോ എന്തെങ്കിലും ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഉള്ള കുറച്ച് പൈസകൾ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് എടുക്കുന്നതും ബിസിനസ് ചെയ്യുന്നതും. ഊനാലൊക്കെ നമ്മൾ ഓൾ കേരള ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ്. ആദ്യമൊക്കെ 10, 30, 40 ഊനാലെടുത്ത സമയത്ത് നിന്ന് ലോഡ് കണക്കിന്, കണ്ടെയ്നർ കണക്കിന് നമ്മളെടുത്ത് അങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഈ പാത്രങ്ങളുടെ ക്വാളിറ്റി പോരാൻ തോന്നി. പിന്നെ അവൈലബിലിറ്റി കുറഞ്ഞ സമയത്ത് ശരി ഇനി നല്ലത് കിട്ടണം, ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. വേറെ കുറേ പ്രശ്നങ്ങൾ എനിക്കുള്ളതുകൊണ്ട് ഞാനതവിടെ നഷ്ടം സംഭവിക്കാതിരിക്കാൻ, കൂടുതൽ നഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിവെച്ചു. എൻ്റെ ഹസ്ബൻഡാണ് റൺ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇച്ചു ബേബിനെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അപ്പോൾ എനിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുകയും എനിക്ക് കുറച്ച് ലോസ് കാര്യങ്ങൾ വന്നതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തിവെച്ചോ എന്ന് പറഞ്ഞാൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബിസിനസ് പാർട്ട്നേഴ്സ് ഒരുപാട് പേരിങ്ങനെ എൻക്വയറി ചെയ്ത സമയത്ത് കുറേ പേര് നല്ല സാധനങ്ങൾ എത്തിച്ചു തരാം, അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വിശ്വസ്തമായിട്ട് എനിക്ക് അത്രയും പക്ക കംഫർട്ടബിളായിട്ട് തോന്നുന്ന ആൾക്കാരെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ചൈനയിലേക്ക് പോകുന്നത് ടീമുണ്ടായിരുന്നു, 2 ടീമുണ്ടായിരുന്നു, ഒരു ടീമല്ല. അവരെ കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ പറയുമ്പോൾ ചിലർ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഭർത്താവിനെ വിട്ടോ ഔട്ടാക്കിയോ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഒരു ചൈന പോക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ചിലവ് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് എൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ ഐഡിയാസ് കാര്യങ്ങൾ, എനിക്ക് ഏത് ടൈപ്പ് സാധനങ്ങൾ എടുത്താലാണ് എനിക്ക് സെയിലാവുക, അത് എവിടെ നിന്നൊക്കെ എടുക്കണം, ചൈനയിൽ നിന്ന് എടുക്കണോ അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് എടുക്കണോ അല്ലെങ്കിൽ കൊറിയൻ മോഡൽസ് എടുക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെതായിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഞാനല്ല അത് ഡിസൈഡ് ചെയ്ത്, ഞാനല്ല അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം എന്തിനാ ഇതിൽ ഭർത്താവിനെ ഔട്ടാക്കിയോന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ മേ ബി ചിലപ്പോൾ വീട്ടിൽ എന്താ പറയുക കുക്ക് ചെയ്ത് ഭയങ്കര പാടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ ഈ കുക്കിങ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഞാൻ പുച്ഛമായിട്ട് പറയുന്നതല്ല. ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്നെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. പക്ഷെ മറു സൈഡും കൂടെ നിങ്ങൾ ആലോചിക്കണം. ഞാൻ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് യാത്രകൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി ചെയ്യും. അപ്പോൾ ഒറ്റയ്ക്കാണോ പോയത് എന്നുള്ള ആ ചോദ്യത്തിന് അവിടെ വാലിഡിറ്റി വരുന്നില്ല. മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളത് കാണുന്നത് കൊണ്ടാണോ,
അല്ലെങ്കിൽ ഒരു പെണ്ണ് എന്തിനൊറ്റയ്ക്ക് പോകണം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണോ? ബിസിനസ്സാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗുജറാത്ത് പോകുന്ന സമയത്ത് ഒരു വയസ്സായ ഒരു ലേഡീനെ കണ്ടു. വയസ്സായെന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വെള്ള കളറാണ്, പക്ഷെ അവർ ഫോറിൻ ലേഡിയാണ്. അവരെ കാണാൻ തന്നെ ഒരു തേജസ്. അവരെന്തോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് അവരുടെ PAസിൻ്റെ കൂടെ യാത്ര ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇൻഷാ അല്ലാ എനിക്കിതുപോലെ ഒരു 60-65 വയസ്സായി ആയുസോടെ ഞാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ആയി തീരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്കങ്ങനെ ഒരുപാട് യാത്രകൾ എൻ്റെ ബിസിനസ് പരമായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യണം. എൻ്റെ ഒരേ ഒരു എയിം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ആ ഒറ്റയ്ക്കാണോ അത് വലിയ എന്തോ ഒരു സംഭവമായിട്ട് വലിയ എന്തോ ഒരു അപരാധമായിട്ട് എന്തിനാ കാണുന്നത്? 2 ടീം ഉണ്ടായിരുന്നു എൻ്റെ സ്റ്റേ കാര്യങ്ങൾ ഒക്കെ ഇതാക്കാനും, പിന്നെ അതുപോലെ ബാക്കി പർച്ചേസിൻ്റെ കാര്യത്തിന് വേറൊരു ടീം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്രയോ മാസങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയ അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് കമൻറ്റ്. ആക്ച്വലി എന്നെ അതിൽ കാണിക്കുന്ന പോലും ഇല്ല, ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഏതോ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കംഫർട്ടിനനുസരിച്ചുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പോഴാണ് കുറേ കമൻറ്റ് ഇങ്ങനെ വന്നത്, പൈസ വരുമ്പോൾ പഠിച്ചോനെ മറക്കും, അല്ലെങ്കിൽ കാശ് വന്ന സമയത്ത് ഡ്രസ്സിങ്ങിൻ്റെ രീതിയും മാറും, അങ്ങനെ കുറേ സംഭവം. എൻ്റെ ഒരു 4-5 കൊല്ലം മുമ്പത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇടുന്നത് മോഡേൺ ടൈപ്പ് ഡ്രസ്സുകൾ തന്നെയാണ്. എനിക്ക് നൈറ്റി മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ അത് ഒന്നും കൊണ്ടല്ല പറയുന്നത്, എനിക്ക് അങ്ങനെ നൈറ്റിയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പാൻറ്റും ബനിയനൊക്കെയാണ് ഇടുന്നത്. അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ വസ്ത്രധാരണം ഈ പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, അത് എൻ്റെ കംഫർട്ട് സോണാണ്. അല്ലേ, ചിലരുടെ പറച്ചിലൊക്കെ കേട്ട ഇനിയിപ്പോൾ ഞാൻ നരകത്തിൽ പോകുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ, ഒരു വിഷമം കൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, അത്യാവശ്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാൻ, കഴിച്ചലായി പോകാനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി ചിലപ്പോൾ ഞാൻ ചെയ്തു വെക്കുന്നുണ്ടാവും. ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നഖം വളർത്തിയതിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞാൻ നരകത്തിൽ പോകുന്നുള്ളത് നിങ്ങൾ വിഷമിക്കണ്ട. അതൊക്കെ നമ്മുടെ വേറൊരു പാർട്ടാണ്. അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകണോണ്ട് നിങ്ങളോട് ആരും വന്ന് ചോദിക്കാനും പോകുന്നില്ലല്ലോ. എത്രയോ നല്ല വശങ്ങൾ, എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. എന്തിനാണ് ഈ നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ഒരാളുടെ ലൈഫിൽ ആ ഒരു വിഷമം ഉണ്ടാക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഒരു ഫാക്ടറി വിസിറ്റ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഓരോ രാജ്യത്തിലും ഓരോ അവരുടെ ഒരു ഇതുണ്ടാവും. വസ്ത്രം വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന വാഹനം വെച്ച് ഒക്കെ നമ്മളെ അളക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ എനിക്ക് കോട്ടും പാൻറ്റും ബനിയനും ഇടേണ്ടി വരും. ഞാൻ ഇട്ടു, എന്താ കുഴപ്പം? എൻ്റെ ഭർത്താവിനോ എനിക്കോ ഇല്ലാത്ത പ്രശ്നമാണ് ഈ കാണുന്ന ആൾക്കാർക്ക്. ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും ശപിച്ചിരിക്കുന്നു പറഞ്ഞു. ശരി, ഓക്കെ, ഞാനല്ല കേട്ടോ ഇവിടെ ദീനും ഇസ്ലാമും ഖുറാൻ ക്ലാസ്സും പറയുന്നത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒന്നാമത്തെ ഖുറാൻ ക്ലാസ് എടുക്കുന്ന ചാനലല്ല ഇത്. ഓക്കെ, നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എന്തിനാണ് മോളും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഇതിൽ നിനക്കൊരു സുഖം കിട്ടുന്നുണ്ടോ? സൗണ്ട് ഉണ്ടാക്കുന്നു കേട്ടോ സ്വത്തമണി. ഓക്കെ, അല്ലെങ്കിലും നമുക്കിങ്ങനെ ഇടങ്ങറാക്കുമ്പോൾ ചിലർക്കൊരു സുഖമൊക്കെ കിട്ടും. ഓ, ഇവിടെ ഫാനിട്ട് സൗണ്ട് വരില്ല. അമ്മി ചൂടെടുത്തിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? കുട്ടി കുറച്ച് നേരം പുറത്ത് വരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നമ്മൾ വെയർ ചെയ്യുന്നതാണ്. ഞാനാണെങ്കിൽ അധികം ഡ്രസ്സ് കൊണ്ടുപോയിട്ടില്ല. കാരണം ഈ കൊണ്ടുപോകുന്ന വെയിറ്റിനനുസരിച്ച് നമ്മൾ പൈസ അവിടെ കൂടുതൽ കൊടുക്കേണ്ടി വരും. തിരിച്ചു വരുമ്പോൾ അതേപോലെ വെയിറ്റ് നോക്കിയിട്ട് ചിലപ്പോൾ സാധനങ്ങൾ കളഞ്ഞിട്ട് വരേണ്ടി വരും. നമ്മുടെ ഉള്ള സാധനത്തിൻ്റെ 4 ഇരട്ടിക്കായിരിക്കും എയർപോർട്ടിൽ പൈസ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഏറ്റവും വെയിറ്റ്ലെസ് ആയിട്ട് ഇപ്പോൾ ഒരു 3 പാൻറ്റ് മാത്രം എടുത്ത് അല്ലെങ്കിൽ ഒരു 3 ബനിയൻ മാത്രം എടുത്തിട്ടാണ് പോയത്. അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയ സമയത്ത് വില കണ്ടിട്ട് കണ്ണ് മിന്നിപ്പോയി. അതും നടന്നില്ല. അങ്ങനെ ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് മടുത്തിക്കണം. അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. അതിൻ്റെ അടിയിലാണ് ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കണ്ടിട്ട് വൾഗർ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഏറ്റവും മോശമായിട്ടുള്ള വേർഡ് വരെ പറഞ്ഞ് ആക്ഷേപിച്ച ആൾക്കാരുണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. എന്തിന് അങ്ങനെ നിങ്ങളുടെ ഇസ്ലാമിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഒരാൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ? ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല, അതൊന്നും അവർക്ക് പ്രശ്നമില്ല. അതൊക്കെ അവർക്ക് ചെയ്യാം, അതൊക്കെ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അതാണല്ലോ ദഅവത്തിലെ. നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ദീനിനെ കുറിച്ച് ബാക്കി ഉള്ള മതസ്ഥർ വന്ന് കാണുമ്പോൾ അവർക്കൊരു അഭിപ്രായം വരും നിങ്ങളെ കുറിച്ചിട്ട്. നല്ല അഭിപ്രായമായിരിക്കും എന്തായാലും. അടുത്തൊരു വീഡിയോ നമ്മൾ സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ കുട്ടികൾ മിഠായി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. മോളിങ്ങനെ മിഠായി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കാത്തതും.
ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ഇത് ഫുള്ളുള്ളത് അവർക്കല്ലേ. ഞാൻ അതിൽ പറയുന്നുണ്ട്, മക്കളെ കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇപ്പോൾ വേണ്ടാന്ന് തോന്നുന്നുണ്ടാവും, അപ്പോൾ ജീവിതമാണ്, ആരും കൂടുതൽ മക്കളൊന്നും ഉണ്ടാക്കണ്ട, അങ്ങനെ ഭയങ്കര വൾഗറായിട്ടുള്ള രീതിയിലൊക്കെ അതിൽ കുറേ കമൻറ്റ് വന്നു. സ്നേഹത്തോടെ പറയുന്ന ആൾക്കാരും ഉണ്ട്. എനിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ എനിക്ക് സങ്കടം വന്നു. പക്ഷെ അതിനു മുമ്പും 24 മണിക്കൂറിൽ വെറും അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രം നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുള്ളൂ. ഇവർക്ക് വേണ്ടി നമ്മൾ ലൈഫിൽ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ചിലരുടെ പറച്ചിൽ കേട്ടാൽ തോന്നും എൻ്റെ മക്കളെ എന്നേക്കാൾ സ്നേഹം അവർക്കാണ്, അവരുടെ ചെലവുകൾ നോക്കുന്നത് അവരാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ ഈ ഒരു കണ്ടന്റ് എന്താണ്, മക്കളെ ഉണ്ടാക്കിയത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. സിലു യൂട്യൂബിൽ വരുന്ന സമയത്ത് തന്നെ സിലുവിന് 4 കുട്ടികളുണ്ട്. അത് കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഈ ഒരെണ്ണം മാത്രമാണ് യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്കത് തന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള മോശം വേർഡ്സ് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. എന്തിനൊരു മനുഷ്യനെ അങ്ങനെ വിഷമിപ്പിച്ചിട്ട് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എന്നിട്ട് നിങ്ങളൊക്കെ സ്വർഗം ബുക്ക് ചെയ്ത പോലെയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ശരിക്കും നിങ്ങളല്ലേ തെറ്റ് ചെയ്യുന്നത്. പൊന്നൂസ് ചൂടെടുക്കും, കുറച്ച് നേരം സഹിക്കണം. ഓക്കെ, പിന്നെ അവിടെ മക്കൾ ചോദിച്ചിട്ട് അപ്പളേക്കൊപ്പം കൊടുത്തു അവരെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അവർക്ക് കിട്ടില്ല, ചില കാര്യങ്ങൾ കിട്ടില്ല എന്നും നിരാശ ഉണ്ടാവും എന്നും ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നും ഏത് സിറ്റുവേഷനിലും പിടിച്ചു നിൽക്കാനുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്താൻ നമുക്ക് പറ്റൂല. ജീവിതത്തിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ മക്കളെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തല്ലാറുണ്ട്, അവരെ ആവശ്യ സമയത്ത് സ്നേഹിക്കാറുണ്ട്. അവരെല്ലാ സാധനവും വാങ്ങിച്ചു വയ്ക്കുമ്പോൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കാറില്ല, ചില ആവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ എൻ്റെതായിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്നേഹിച്ചോളൂ, സ്നേഹത്തോടെ പറഞ്ഞോളൂ, പ്രശ്നമില്ല. മോശമായ രീതിയിൽ പറഞ്ഞാൽ ഞാൻ പ്രതികരിച്ചു പോകും. കാരണം ഞാനും മനുഷ്യനല്ലേ, എല്ലാവിധ വിചാരങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ. ക്യാഷ് വരുമ്പോൾ പഠിച്ചോനെ മറന്നു എന്നുള്ളത് ഞാനത് എങ്ങനെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. ഞാനും പഠിച്ചോനും തമ്മിലുള്ള ബന്ധം ഞാൻ ആർക്കും മുൻകൂട്ടി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാനും പഠിച്ചോനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്നൊന്നും ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല. അതെൻ്റെ തികച്ചും പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പഠിച്ചോനെ മറന്നോ ഇല്ലേ എന്നുള്ളത് അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എല്ലാവരും ജീവിതത്തിൽ ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറൂലേ ആൾക്കാർ. ഇപ്പോൾ കുറച്ച് കാശ് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമുള്ള വാഹനത്തിലേക്ക് മാറൂലേ. അപ്പോൾ അതിനെയും ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? വസ്ത്രധാരണത്തിൻ്റെ ഒരു 10 കൊല്ലം മുമ്പ് ഒരു 200 രൂപയ്ക്ക് ഒരു ടോപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും 200 രൂപയ്ക്ക് തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? 2000 രൂപയ്ക്ക് എടുത്താൽ എന്തെങ്കിലും കുറ്റമാവോ? അത് മോശമാവോ? അത് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കലാവോ? ഇല്ലല്ലോ. 200 രൂപയ്ക്കും എടുക്കും, 2000-ൻ്റെ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചതാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മരിച്ചു പോകുമ്പോൾ ഈ സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഈ പൈസ നമ്മൾ ഉണ്ടാക്കുന്നതും ഓരോ ദിവസവും നമ്മുടെ ഊണും ഉറക്കും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ സംഭവങ്ങളൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെ കബറിൽ കൊണ്ട് വെക്കൊന്നുമില്ല. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിന് ആ പൈസ എത്രത്തോളം ആവശ്യമുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊക്കെ ഏത് ചിന്താഗതി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പറയുന്നത് എന്നുള്ളത് എനിക്കല്ല. മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു സംഭവമാണ് വന്ന വഴി മറക്കൽ, അങ്ങനെ ഇങ്ങനെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് പ്രയാസപ്പെട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ നല്ല രീതിക്ക് എന്തെങ്കിലും തിന്നലാണെങ്കിലും ശരി, വസ്ത്രം ധരിക്കലാണെങ്കിലും ശരി, വാഹനം വാങ്ങണമെങ്കിലും ശരി, എന്തെങ്കിലും വീഡിയോയിൽ കാണിച്ചാൽ അവർക്ക് വരുന്ന നെഗറ്റീവ്സ്. കാരണം ഇവർക്ക് ദാരിദ്ര്യം കാണാനും വിഷമം കാണാനും വിഷമം കേൾക്കാനുമാണ് ഇഷ്ടം. ആ സമയത്ത് സഹതാപം അങ്ങനെ കോട്ടി അങ്ങോട്ട് ഇടും. അയ്യോ ഇവരെങ്ങനെയെങ്കിലും നന്നായി കണ്ടാൽ മതി, അങ്ങനെ. പക്ഷെ നന്നായി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വേറൊരാൾക്കാരായിരിക്കും പിന്നെ ഇവളിപ്പോൾ ഭയങ്കര സംഭവം എന്നെ പറയുന്നുണ്ട്. എനിക്ക് മുമ്പ് ഇവളുടെ വീഡിയോ കാണാൻ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല. എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ജാട. എനിക്കറിയില്ല എന്താണ് ഈ ജാട കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇവരെന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, എന്തെങ്കിലും സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ജാട പറയും. എന്താ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ച്, എന്തെങ്കിലും ഒരു അനുഗ്രഹം കണ്ടതുകൊണ്ട് അത് പറ്റായി, അതാണോ ജാട? മനസ്സിലാവുന്നില്ല. നമ്മൾ ആ ഒരു ചിന്താഗതിയൊക്കെ നമ്മൾ എന്ന് മാറ്റുന്നു അന്നേ ഈ സമൂഹത്തിന് വരെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ പണ്ട് കാലത്തിൽ നമ്മൾ ഒരു ഭാഗത്ത് കൂടിയിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സൂഹിക്കുന്ന പോലെ ഇപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് ഞാൻ എത്രയോ ചാനലുകൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും കൂടെ അടിയാവാൻ വേണ്ടി മാത്രം, ഫുള്ളായിട്ട് നോക്കലല്ല, എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത്. പരസ്പരം അടിയാവാൻ വേണ്ടി മാത്രം ചാനൽ നടത്തുന്ന പോലെയൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. എന്തിനാണിത്? ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അതങ്ങോട്ട് വിടുകയല്ലേ, അതല്ലേ നല്ലത്. ഇല്ല, എനിക്കിപ്പോൾ എൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ മുമ്പാണെങ്കിലും എപ്പോഴാണെങ്കിലും ഞാൻ ഈ ഫുൾ യൂട്യൂബിനെ മാത്രം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയനെ മാത്രം പ്രതീക്ഷിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ
4 വർഷം മുമ്പ് തന്നെ ഈ ബിസിനസ്സിനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ആ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പും ഞാൻ ബിസിനസ് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് എൻ്റെ അത്താൻ്റെ ജീനാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ആ ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. അതിന് ആരും ഇല്ലെങ്കിലും ഇപ്പോൾ പാർട്ട്നേഴ്സ് ഇല്ലാതെ തന്നെയാണ് നമ്മൾ മുൻകൂട്ടി മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ആരും ഇല്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ സമയം വരുമ്പോൾ നടക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നടന്നു കൊള്ളണം എന്നില്ല, സമയം വരുമ്പോൾ നടക്കുമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്യും. നീ അത് കേൾക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് തിരിച്ച് റിപ്ലൈ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. ഞാൻ കാര്യം പറയും, ആരെയും വേദനിപ്പിക്കാനല്ല, എന്താണോ സംഭവം അത് നമ്മളും പറയും. സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞ് നമ്മൾ അത്രയും എന്താ പറയുക ഇഷ്ടത്തോടെ വന്ന് സംസാരിക്കുന്നതും സ്നേഹത്തോടെ സംസാരിക്കുന്നതും നമ്മൾ കാരണം അവിടെ ലൈഫിലുണ്ടായ ചെറിയ മാറ്റങ്ങളാണെങ്കിലും വന്ന് പറഞ്ഞ് ഇഷ്ടം പറയുന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇതിലൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും, ബൈ.